ഹലോ, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പച്ചമാങ്ങ ജ്യൂസാണ്. പച്ചമാങ്ങയുടെ ഒരു ജ്യൂസാണ് ഇത്. നല്ലൊരു സമ്മർ ഡ്രിങ്കാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് മൂക്കണമെന്നില്ല. പിന്നെ മാങ്ങാണ്ടി അത്ര കട്ടിയാകണ്ട. ജീരകപ്പൊടി വേണം, കുറച്ച് ജീരകപ്പൊടി, ഉപ്പ്, പഞ്ചസാര. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് പഞ്ചസാര വേണം. ഇതിൻ്റെയൊക്കെ അളവുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ പറയാനൊക്കെ ഒത്തുള്ളൂ. എന്നുവെച്ചാൽ അതിൻ്റെ ജ്യൂസിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ പഞ്ചസാരയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇത്രയും മാങ്ങ എടുക്കുന്നില്ലായിട്ട് ഈ മാങ്ങ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചൊന നല്ലപോലെ ചെത്തി മാറ്റുക. എന്നിട്ട് ഇങ്ങനെ രണ്ടറ്റവും വെട്ടിക്കളഞ്ഞ് ഇത് നല്ലപോലെ വരഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഇത് നമ്മൾ വേകാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ വരയുന്നത്. ഈ മാങ്ങയിൽ നമ്മൾ നിരക്കെ വെള്ളം ഒഴിക്കുക. നിരക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേകാൻ വെക്കണം. വേകാൻ കുറച്ച് സമയം എടുക്കും. ഓരോ മാങ്ങ അനുസരിച്ചാണ് ഇതിൻ്റെ വേവ് നോക്കാൻ നമുക്ക് വല്ല ഫോർക്കൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ വേകാൻ വയ്ക്കും. നല്ലപോലെ തിളച്ച ഒരു വശം ഇപ്പോൾ ആയിട്ടുണ്ട് മാങ്ങയുടെ. അപ്പം ഇതിനെ ഒന്ന് പതുക്കെ തിരിച്ചിടണം. ഇപ്പം നമ്മുടെ മാങ്ങ നല്ലപോലെ വെന്ത് കഴിഞ്ഞ്, അതായത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പം ഈ വെള്ളം കളയരുത്. ഇതിൽ നിന്ന് നമുക്ക് 2-3 സ്പൂൺ എടുക്കേണ്ടതാണ്. ഈ വെള്ളവും ആറാൻ വെക്കണം. ഈ മാങ്ങ നമ്മളൊരു എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു ഓട്ടപാത്രത്തിലോട്ട് വെച്ച് തണുക്കാൻ വയ്ക്കുക. 4 മാങ്ങ എടുത്തിരുന്ന് 4 തണുക്കാൻ വെക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നെ പൾപ്പ് എടുക്കണം. നമുക്ക് പൾപ്പ് എടുത്തിട്ട് വേണം നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്ത് സ്മൂത്തൻ ചെയ്യുന്നത്. ഇത് ഇപ്പം ഏകദേശം തണുത്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ തൊലി നമുക്കിങ്ങനെ ഉരിച്ചെടുക്കാൻ ഒക്കും, വെന്തതായതുകൊണ്ട്. തൊലിയിൽ നമുക്ക് ചുരണ്ടി എടുക്കണം. അതുകൊണ്ട് തൊലിയോടെ സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ പൾപ്പ് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റുക. തൊലിയിലാണേലും നമ്മളിങ്ങനെ തൊലിയിലെ പൾപ്പ് നമുക്കിങ്ങനെ ഒരു സ്പൂണ് കൊണ്ടെടുത്താൽ അതിങ്ങനെ കിട്ടും. നമ്മുടെ തൊലിയെല്ലാം കളഞ്ഞു കഴിഞ്ഞ് ഈ കുറച്ച് വേവിച്ച വെള്ളം ഇതിലോട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഇത് ഞെക്കി അങ്ങ് എടുക്കുകയാണ് പൾപ്പ്. അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക്. അങ്ങനെ 2 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് ഞാൻ മിക്സിയിൽ അടിച്ച് സ്മൂത്തൻ ചെയ്ത പൾപ്പാണ്. അപ്പം നമ്മൾ ഈ മിക്സി കഴുകാനും ഒക്കെ നമ്മൾ ആ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, മാങ്ങ തിളപ്പിച്ച വെള്ളം കുറച്ച് ചേർക്കാം, മുഴുവൻ ചേർക്കരുത്. അത് ചേർത്ത് അങ്ങനെ എടുത്ത് ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ്. ഇത് ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നത്. ഇനിയും നമ്മൾ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് നാരുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് അരിച്ചിട്ട് വേണം അളക്കാൻ. ഇത് ഞാൻ ജ്യൂസ് ഉണ്ട്, അപ്പോൾ അത്ര തന്നെ ഷുഗർ എടുക്കുകയാണ്. ഞാനിത് നിറച്ചെടുക്കാത്തതുകൊണ്ട് ഒരു തവിയും കൂടെ. അപ്പോൾ 3 ഗ്ലാസ് ഷുഗർ ഇട്ടു. ഇനി നമ്മൾ വെള്ളമാണ് ഇതിലോട്ട് ചേർക്കേണ്ടത്. വെള്ളം നമുക്ക് ഒരു 3.5 ഗ്ലാസ് ചേർക്കണം. ഈ സിറപ്പൊക്കെ നല്ലപോലെ തണുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് പിന്നെ അഥവാ പഞ്ചസാരയിൽ അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ടെടുക്കണം കേട്ടോ. അരിപ്പയിലൊന്ന് അരിച്ചിട്ട് വേണം എടുക്കണം. ഇതിപ്പോൾ ക്ലിയർ ആയിട്ടുള്ള പഞ്ചസാരയാണ്, പഞ്ചസാര വെള്ളമാണ്. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലോട്ട് ഇതിൽ നിന്ന് ഇത് നല്ലപോലെ ഇളകിയിട്ടുണ്ട്. ഇപ്പം നല്ല മിക്സ് ചെയ്തു, നല്ലപോലെ മിക്സ്
നമ്മളതിൽ നേരത്തെ എടുത്തു വെച്ച ജീരകപ്പൊടിയുണ്ട്, ഇത്ര അതിലോട്ട് ഇടും. അതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. അതിന് കുറച്ച് കൂടെ ജ്യൂസ് എടുക്കുക. അതിൽ ഉപ്പാണ്, നമ്മളിവിടെ ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു കുറച്ച് ഉപ്പ്. ഉപ്പൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിലോട്ട് ചേർക്കുക. നമ്മളൊന്നും കൂടെ നല്ലപോലെ ഇത് ഇളക്കുക. സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ഒരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് കുപ്പികളിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യും. ഇപ്പോൾ നല്ല ചൂടുകാലമൊക്കെ അല്ലേ, അപ്പം നല്ല അതിലോട്ട് കുറച്ച് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ച് കുടിച്ചാലും നല്ല സുഖം. ഇത് ഫൈനലി നമ്മൾ നമ്മുടെ സ്ക്വാഷൊക്കെ കുപ്പികളിലാക്കി. അങ്ങനെ 1, 2, 3 കുപ്പികളിൽ ആയിട്ടുണ്ട്. അപ്പം ഗ്ലാസ്സിൽ ഇത്ര ഏകദേശം അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. ഞാൻ കുറച്ച് മധുരപ്രിയ, അതുകൊണ്ട് ഇതിന് കൂടുതലാണ്. ഇത്ര എടുത്ത് അതിൽ നമ്മൾ എന്ത് വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐസ് വാട്ടർ വേണമെങ്കിൽ ഐസ് വാട്ടർ, അല്ലെ നോർമൽ വാട്ടർ കാരണം. എല്ലാവരും ഇത് കണ്ട് ഇതുപോലെ ഉണ്ടാക്കും. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് കുടിക്കാം. എല്ലാവരും ഇത് കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തരിക. നമസ്കാരം.